ഈ ഡൽഹി മദ്യനയ കേസിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ പങ്ക് വ്യക്തമാണെന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഹർജിയുമായി അപ്പീലുമായി പോയിട്ടുണ്ട്. ആപ്പ് സർക്കാരിൻ്റെ ഭാവി എന്താണ്? ഈ കേസിൻ്റെ വിധി ടി ജി കണ്ടായിരുന്നോ? ഞാൻ കണ്ടു. സാധാരണ ഞാൻ ആകാശത്തിൽ സംസാരിക്കാത്തതുകൊണ്ട് ആ വിധി 106 പേജുള്ള ഡൽഹി ഹൈക്കോടതിയുടെ വിധിയാണിത്. ഈ വെറുതെ അങ്ങ് അറസ്റ്റ് ചെയ്തു, കൂറുമാറി, ഇലക്ട്രൽ ബോണ്ട് വഴി കാശ് കൊടുത്തു. ഈ സാധനമെല്ലാം ഇതിനകത്ത് വിശദമായിട്ട് ഈ സിംഗിൾ ജഡ്ജി പരിശോധിക്കുന്നുണ്ട്. ഇവർ കാണിച്ച ഒരു വക്കീൽ എന്നുള്ള നിലയ്ക്ക് ഇവർ കാണിച്ച അബദ്ധം എന്ന് ഞാൻ പറയും. അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ബേസിക് പോയിൻ്റാണ്. കാരണം ഈ കേജ്രിവാൾ ഡൽഹി ഹൈക്കോടതി സമീപിക്കുന്നത് ജാമ്യത്തിനല്ല. അയാൾ അറസ്റ്റ് ചെയ്തു, ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. പക്ഷേ അയാൾ കോടതിയെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത് ജാമ്യത്തിനല്ല. അയാളുടെ അറസ്റ്റ് റദ്ദാക്കണം, അതേ തുടർന്നുണ്ടായ റിമാൻഡ് റദ്ദാക്കണം, എന്നിട്ടെല്ലാം പഴയപടിയായിട്ട് കേജ്രിവാൾ മാന്യനായിട്ട് കഴിയണം. ഇതാണ് അയാളുടെ ആവശ്യം. അപ്പോൾ അതുകൊണ്ട് ജഡ്ജിയും ഇതെടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇതൊരു ബെയിൽ ആപ്ലിക്കേഷൻ അല്ല. ഇയാൾ ചെയ്തിരിക്കുന്നത് ആർട്ടിക്കിൾ 226 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒക്കെ കവർ ചെയ്യുന്ന ആർട്ടിക്കിൾ 226 പ്ലസ് FIR ഒക്കെ ക്വാഷ് ചെയ്യുന്ന ആർട്ടിക്കിൾ 482 റെസിഡ്യൂവൽ പവേഴ്സ് എന്നൊക്കെ പറയും. ഇതൊക്കെ വെച്ചിട്ടാണ് ഇയാൾ ഈ കേസ് കൊടുത്തിരിക്കുന്നത്. ഈ പ്രയർ അംഗീകരിക്കപ്പെട്ടാൽ ജാമ്യത്തിൻ്റെ ആവശ്യമില്ലല്ലോ. പിന്നെ ജാമ്യത്തിൻ്റെ ആവശ്യമില്ല, പക്ഷെ അതുവരെ ജയിലിൽ കിടക്കണം. ഇപ്പോഴും ഇവർക്ക് കൺഫ്യൂഷൻ ഇതാണ്. നിങ്ങൾ ഈ അറസ്റ്റ് റദ്ദാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടക്കുക. ഇനിയിപ്പോൾ എന്ത് റദ്ദാക്കാൻ? റദ്ദാക്കിയാൽ തന്നെ കിടക്കുകയല്ലേ. ഇത് നീണ്ടു പോകും തോറും നിങ്ങൾ കൂടുതൽ ജയിലിൽ കിടക്കും. അവസാനം നിങ്ങൾ ജാമ്യാപേക്ഷ മൂവ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഈ അറസ്റ്റ് റദ്ദാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞെന്ന് വെച്ചോ, വീണ്ടും നിങ്ങൾ ജാമ്യാപേക്ഷ മൂവ് ചെയ്യണം, അല്ലാതെ ജാമ്യം കിട്ടില്ല. ആ ജാമ്യാപേക്ഷയിൽ വീണ്ടും വാദം നടക്കും. ഡൽഹി ഹൈക്കോടതിയാണ് ജാമ്യം തള്ളിയെന്ന് വെച്ചോ, നിങ്ങൾക്ക് വീണ്ടും സുപ്രീം കോടതി ജാമ്യത്തിന് പോകേണ്ടി വരും. അപ്പോഴൊക്കെ നിങ്ങൾ ജയിലിൽ കിടക്കുകയാണ്. 15-ാം തീയതി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്റ്റാറ്റസ്? ഇതേ സ്റ്റാറ്റസ് തുടരും. അപ്പോൾ വീണ്ടും പുതിയ ബെയിൽ ആപ്ലിക്കേഷൻ കൊടുക്കട്ടെ? ബെയിൽ ആപ്ലിക്കേഷൻ കൊടുക്കുകയോ അല്ലെങ്കിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുകയോ ചെയ്യണം. ഇവരുടെ സ്ട്രാറ്റജി ഇതായതുകൊണ്ട് ഇവർക്ക് ബെയിൽ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റില്ല. ബെയിൽ ആപ്ലിക്കേഷൻ കൊടുത്താൽ അറസ്റ്റ് നിങ്ങൾ സമ്മതിച്ചു എന്നായി. ഇതാണ് അവരുടെ ഒരു ദുവിധ. ഇതാണ് അഭിഷേക് മനു സിംഗ്വിയും മറ്റും ഈ ഇടയ്ക്കൊരു സുപ്രീം കോടതിയിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് വിഡ്രോ ചെയ്യുകയൊക്കെ ചെയ്തില്ലേ, അതെല്ലാം ഈ കൺഫ്യൂഷൻ്റെ പാർട്ടാണ്. ജയിലിൽ കിടക്കുന്ന ആളിനെ ഉടൻ പുറത്തിറക്കണമെങ്കിൽ ഒരേ ഒരു വഴിയല്ലേ ഉള്ളൂ, ജാമ്യം. പക്ഷേ നിങ്ങൾ പോയിരിക്കുന്നത് അറസ്റ്റ് തന്നെ റദ്ദാക്കണം എന്ന് പറഞ്ഞിട്ടാണ്. ഈ റദ്ദാക്കൽ താമസിക്കും തോറും നിങ്ങളുടെ ജയിലിലെ താമസം വർദ്ധിക്കും. അതല്ലെങ്കിൽ നിങ്ങൾ ജാമ്യത്തിന് പോകണം. ജാമ്യത്തിന് പോയാൽ നിങ്ങൾ അറസ്റ്റ് സമ്മതിച്ചു എന്നായി. അറസ്റ്റ് നിങ്ങൾ അംഗീകരിക്കുന്നു. അവർ തന്നെ ഉണ്ടാക്കിയ കുരുക്കാണ്. ഇപ്പോൾ കേജ്രിവാൾ ജാമ്യത്തിന് പോയിരുന്നെങ്കിൽ അങ്ങേർക്ക് ഒരുപക്ഷെ ഹൈക്കോടതി നിഷേധിച്ചു കഴിഞ്ഞാലും സുപ്രീം കോടതി 1-2 തവണ കഴിയുമ്പോൾ ജാമ്യം കൊടുത്തു എന്ന് വരും. അങ്ങനെയാണ് ഈ സഞ്ജയ് സിംഗ് പുറത്തിറങ്ങിയത് നാളെ. പക്ഷേ 6-7 മാസം കഴിഞ്ഞു. അത് കഴിയാതെ ഇറങ്ങാൻ പറ്റില്ല. അതാണ് PMLA കേസിൻ്റെ പ്രശ്നം. അങ്ങനെ സംഭവിക്കാനാണ് സാധ്യത. കാരണം ഇവർ റേസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് എണ്ണി തള്ളിക്കളയുന്നുണ്ട് ഈ സിംഗിൾ ജഡ്ജ്. ആദ്യം അവർ ചോദിക്കുന്നു വെദർ ദ അറസ്റ്റ് ഓഫ് ദ പെറ്റീഷണർ ഈസ് ഇൻ വയലേഷൻ ഓഫ് ഡയറക്ഷൻസ് ഓഫ് ദ അപ്പെക്സ് കോർട്ട് ഇൻ ദ കേസ് ഓഫ് പങ്കജ് ബൻസൽ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഒരു സ്റ്റാൻഡേർഡ് കേസായിട്ട് എല്ലാവരും ഫോളോ ചെയ്യുന്നത് പങ്കജ് ബൻസൽ കേസ് എന്ന് പറയുന്നത്. പങ്കജ് ബൻസലും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള കേസ്, അത് ഇതേ കേസാണ്, PMLA കേസാണ്. അതിൽ സുപ്രീം കോടതി ഒരാളെ അറസ്റ്റ് ചെയ്യാനുള്ള ഗൈഡ് ലൈൻസ് കൊടുത്തു പങ്കജ് ബൻസൽ കേസ്. അതുകൊണ്ടാണ് പങ്കജ് ബൻസൽ എന്ന് എല്ലാവരും പറയുന്നത്. അതിനകത്ത് പറഞ്ഞതെല്ലാം ഇവർ ഫോളോ ചെയ്തിട്ടുണ്ടോ? ഫോളോ ചെയ്തിട്ടില്ല എന്നാണ് അഭിഷേക് മനു സിംഗ്വിയുടെ വാദം. പക്ഷേ ഇങ്ങേര് പിരിച്ച് നോക്കിയിട്ട് ഇങ്ങേരി സ്ത്രീയാണ്, സിംഗിൾ ജഡ്ജിയാണ്, വനിതാ ജഡ്ജിയാണ്. അവർ പറയുന്നു ഈ compliance with the aforesaid directions of Pankaj Bansal, this court notes that it is an admitted case of the petitioner that he was supplied grounds of arrest
ഇൻ റൈറ്റിംഗ് അറ്റ് ദ ടൈം ഓഫ് ഹിസ് അറസ്റ്റ്. പങ്കജ് ബൻസൽ വിധിയിൽ പറയുന്നത്, നിങ്ങൾ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ, PMLA കേസിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ അയാളുടെ ചെയ്ത കുറ്റം എന്താണ് എന്ന്, ഓൺ വിച്ച് ഗ്രൗണ്ട്സ് ഹി ഈസ് ബീയിങ് അറസ്റ്റഡ്, കുറ്റം എന്ന് പറഞ്ഞല്ല, കാരണങ്ങൾ എന്താണെന്ന് എഴുതി തയ്യാറാക്കി അയാളുടെ അക്നോളജ്മെൻറ്റ് വാങ്ങിച്ച് കയ്യിൽ വയ്ക്കും. ഇതിവർ ചെയ്തിട്ടുണ്ട്. 28 പേജ് വരുന്ന ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ അത് 28 പേജിൽ എഴുതി, വേർ ഇൻഫോംഡ് ആൻഡ് ഫർണിഷ്ഡ് ടു ഹിം ഇൻ റൈറ്റിംഗ് ഇമ്മീഡിയറ്റ്ലി അറ്റ് ദ സെയിം ടൈം ആൻഡ് ദ റിസീപ്റ്റ് ഓഫ് ദ സെയിം ഹാസ് ബീൻ അക്നോളജ്ഡ് ബൈ ദ പെറ്റീഷണർ. 28 പേജിൽ കാരണങ്ങൾ എഴുതി കൊടുത്തു. അത് കിട്ടി ബോധിച്ചു എന്ന് പറഞ്ഞ് ഒപ്പും വാങ്ങിച്ച് വെച്ചു. ഇതാണ് പങ്കജ് ബൻസലിൻ്റെ ഒരു പോയിൻ്റ്. Grounds of arrest running into 28 pages in writing were provided to the petitioner to inform him as to what investigation had been conducted by the Directorate Enforcement till date. ഇന്ന് വരെ നടന്ന അന്വേഷണത്തിൻ്റെ വിവരവും ഇങ്ങനെ ബോധ്യപ്പെടുത്തി. അതുകൊണ്ട് പങ്കജ് ബൻസലിൻ്റെ അതിലെ ഗൈഡ് ലൈൻ തെറ്റിച്ചു എന്ന് പറയാൻ സാധ്യമല്ല. പിന്നെ ഈ സെക്ഷനിൽ തന്നെ ഒരു തർക്കമുണ്ട് പലപ്പോഴും. ഒന്ന്, ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ മെറ്റീരിയൽ ഇൻ പൊസഷൻ, അയാളുടെ കയ്യിലുള്ള റെക്കോർഡ്സ് വെച്ചിട്ട് ഇയാൾ കുറ്റവാളിയാകാൻ സാധ്യതയുണ്ട് എന്നൊരു റീസണബിൾ യുക്തി ഉണ്ടാവണം ഈ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക്. അത് അയാൾ രേഖപ്പെടുത്തുകയും വേണം. ഇന്ന കാരണങ്ങളാൽ ഇയാൾ കുറ്റവാളിയാകാൻ സാധ്യതയുണ്ട്, കുറ്റവാളിയാണെന്ന് ഞാൻ വിലയിരുത്തുന്നു, ഗിൽറ്റി ഓഫ് ആൻ ഒഫൻസ് ഓഫ് മണി ലോണ്ടറിങ് ഫോർ ദ പർപ്പസ് ഓഫ് സെക്ഷൻ 19A. ഈ സെക്ഷൻ 19 ഓഫ് PMLA ആക്ട് വെച്ചിട്ട് ഇയാൾ കുറ്റം ചെയ്തു എന്ന് താഴെ പറയുന്ന കാരണങ്ങളാൽ എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന് ഉദ്യോഗസ്ഥന് എഴുതണം. അതും എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ പങ്കജ് ബൻസൽ പങ്കജ് ബൻസൽ കേസിലെ കാര്യങ്ങളെല്ലാം തന്നെ കംപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവരുടെ കണ്ടൻഷൻ, ഫ്രഷ് മെറ്റീരിയൽ, ഈ അറസ്റ്റിന് ശേഷം ഫ്രഷ് മെറ്റീരിയൽ കോടതിയിൽ കൊണ്ടുവന്നു ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിന് കോടതി പറഞ്ഞു, സ്വാഭാവികമായിട്ടും ഫ്രഷ് മെറ്റീരിയൽ വരും. പുതിയ എവിഡൻസ് കിട്ടുമ്പോൾ കാരണം ഒരാളെ അറസ്റ്റ് ചെയ്ത് അയാളെ ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന വിവരമുണ്ടല്ലോ, അത് ഇതിനു മുമ്പ് അവർക്ക് അറിയാൻ പറ്റില്ല. ഇത് കിട്ടുമ്പോഴല്ലേ. അപ്പോൾ അതും അവർ കോടതിയിൽ ഹാജരാക്കും. നെക്സ്റ്റ് ഇയാളെ വീണ്ടും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ അയക്കണം, അങ്ങയുടെ കസ്റ്റഡിയിൽ വേണം എന്ന് പറയുമ്പോൾ ഈ പുതിയ പോയിൻറ്റ്സ് കൂടെ അവർ പറയും. അതിൽ തെറ്റെന്താ? പുതിയതൊന്നും പറയാൻ പാടില്ല, പഴയത് വെച്ചിട്ട് തന്നെ ഈ കേസ് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞാൽ പറ്റില്ല. പിന്നെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അത് പുതിയത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു ക്യുമുലേറ്റീവ് ഇഫക്റ്റ് ഉണ്ടാവില്ലേ? ഉണ്ടാവും, ക്യുമുലേറ്റീവ് ഇഫക്റ്റ് ഉണ്ടാവും. അതാണ് കേസ്. ഇതാണ് കോടതി പറയുന്നത്. ക്യുമുലേറ്റീവ് ഇഫക്റ്റ് ഉണ്ടാകാതിരിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ എല്ലാം തുറന്നു പറയണം. നിങ്ങൾക്ക് 9 സമൻസ് അയച്ചിരുന്നു. കഴിഞ്ഞ ഒക്ടോബർ 23 മുതൽ 9 സമൻസ് അയച്ചിരുന്നു. നിങ്ങൾക്കിതെല്ലാം കൂടെ പറയാമായിരുന്നല്ലോ. അവരുടെ മുമ്പിൽ ഹാജരായിട്ട് എല്ലാം പറഞ്ഞിരുന്നെങ്കിൽ അവർ ഫ്രഷ് എവിഡൻസുമായിട്ട് വരില്ല. നിങ്ങൾ ഒളിച്ചു വെച്ച് കുറേശ്ശെ ആയിട്ട് പുറത്തേക്ക് വിടുന്നു. ഇപ്പോഴും സുനിലിന് അറിയാമോ, ഇയാളുടെ ഐഫോൺ അൺലോക്ക് ചെയ്യാൻ അയാൾ കൊടുത്തിട്ടില്ല. ഈ പാസ്വേഡ് വാങ്ങാൻ ഐഫോണിന് എഴുതി കഴിഞ്ഞപ്പോൾ ഐഫോൺ അതിന് തയ്യാറുമില്ല. ലുക്ക് ഹൗ ഹെൽപ്ലെസ് യുവർ മൈറ്റി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ഐഫോൺ. ഞാനെപ്പോഴും പറയാറില്ലേ, ഇതിൻ്റെയൊക്കെ താക്കോൽ സായിപ്പിൻ്റെ കയ്യിലാണ്. നിങ്ങൾ ഈ ഡീക്കടിച്ചുകൊണ്ട് നടക്കുന്നു, നിങ്ങളുടെ ജീവിതം ഇല്ലാതാക്കാൻ സായിപ്പ് വിചാരിച്ചാൽ സാധിക്കും. യുവർ ഐഫോൺ ഇപ്പോൾ ഇവരെന്ത് ചെയ്തു, ഇന്ത്യൻ എത്തിക്കൽ ഹാക്കേഴ്സിനെ ഏർപ്പാടാക്കി ഐഫോൺ തുറക്കാൻ. അവർ തുറക്കാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഐഫോണിനൊരു ബാക്ക് ഡോർ എൻട്രി ഉണ്ട്, ബാക്ക് എൻട്രി എന്ന് പറയും. ആ ബാക്ക് എൻട്രി വഴി ഐഫോൺ മുഴുവൻ ഫ്രീസ് ചെയ്തു. ഐഫോൺ കമ്പനി ഫ്രീസ് ചെയ്തു. നൗ ഈവൻ ഇഫ് നിങ്ങൾ ഇത് അൺലോക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡാറ്റ അതിൽ നിന്ന് കിട്ടില്ല. ആൻഡ്രോയിഡിന് ഇതില്ല. ആൻഡ്രോയിഡിന് ഫ്രണ്ട് എൻട്രി മാത്രമേ നമുക്ക് ലോക്ക് ഉണ്ടെങ്കിൽ ആ ലോക്ക് തുറന്നിട്ട് നമുക്ക് അകത്ത് കയറാം. ആൻഡ്രോയിഡിനൊരു മെസ്സേജ് അയച്ചിട്ട് ഇത് ഫ്രീസ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഐഫോണിന് അത് പറ്റും. ഐ ആം ടെലിങ് യു, നിങ്ങൾ എൻ്റെ വിവരങ്ങളെല്ലാം രഹസ്യമാണ്, ഒന്നുമല്ല. എവറി ഇൻഫർമേഷൻ ഈസ് വിത്ത് ഗൂഗിൾ. എവറി ഇൻഫർമേഷൻ.
നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമ്മളുടെ ക്യാമറ റിമോട്ടിൽ നിന്ന് അവർക്ക് ഓൺ ചെയ്യാൻ പറ്റും. നമ്മളുടെ സംസാരം നമ്മുടെ മൊബൈലിൽ റെക്കോർഡാവുന്നുണ്ട്. നമ്മളുടെ ഓരോ മൊബൈലിൻ്റെയും ഒരു 25% മെമ്മറി ഫ്രീ ആയിട്ട് മാനുഫാക്ചറർ വേണ്ടിയിട്ട് ഹുവാവേ, ഓപ്പോ, സാംസങ്, ഐഫോൺ 25% ഓഫ് യുവർ മെമ്മറി ഈസ് ഓൾവേസ് റിസർവ്ഡ്. ഒരു കാര്യം സുനിൽ, ഇത് മാത്രം മനസ്സിലാകുമ്പോൾ ക്ലിയർ ആകും. സുനിൽ കാശ് കൊടുത്തൊരു മൊബൈൽ വാങ്ങിച്ചു. സുനിൽ അതിൻ്റെ ഓണറല്ലേ, പക്ഷേ സുനിലിന് കിട്ടുന്നത് യൂസേഴ്സ് മാനുവലാണ്, ഓണറല്ല, ഓണേഴ്സ് മാനുവലല്ല. യു ആർ യൂസർ. ഓണർ ആരാ? സാംസങ് ആണ്, ഐഫോൺ ആണ്, ഹുവാവേയാണ്. ശരിയാണ്. അവർ ബുദ്ധിപൂർവ്വമാണ് ഓണർ എന്ന് എഴുതാത്തത്. അതെ അതെ, നമ്മൾ ഈ ഐഫോണിൻ്റെ മെമ്മറി എടുത്ത് നോക്കുമ്പോൾ നമ്മൾ അറിയാതെ അതിൻ്റെ ഒരു 50-60% ഓൾറെഡി ഫില്ലാണ്. ഐഫോൺ മാത്രമല്ല, എല്ലാ ഫോണിൻ്റെയും. യു ഡോണ്ട് നോ വൈ ഇറ്റ് ഈസ് ബീങ് ഫിൽഡ്. എന്നിട്ട് പുതിയൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അവൈലബിൾ, അപ്രതീക്ഷിതമായിട്ട് ഇത് വരും. നമുക്കിത് വേണ്ടാന്ന് വയ്ക്കാനുള്ള ഓപ്ഷനില്ല, മാറ്റി വയ്ക്കാൻ പറ്റും. ഡു ഇറ്റ് ആഫ്റ്റർവേർഡ്സ്, ഡു ഇറ്റ് ആഫ്റ്റർ 2 hours, ഡു ഇറ്റ് അറ്റ് 2 AM ഇൻ ദ മോർണിംഗ്, ഇതൊക്കെ ചെയ്യാം. ബട്ട് എനിക്കിതിൻ്റെ അപ്ഡേറ്റ് വേണ്ട എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. വാട്ട് ഈസ് ദിസ് അപ്ഡേറ്റ്? ഈ അപ്ഡേറ്റ് എന്താണെന്ന് അറിഞ്ഞിട്ട് വേണോ വേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള അവകാശം നമുക്കില്ല. 1.5 ലക്ഷം രൂപയുടെ ഫോൺ വാങ്ങിച്ചിട്ട്. ബിക്കോസ് യു ആർ നോട്ട് ദ ഓണർ, യു ആർ ദ യൂസർ. യൂസേഴ്സ് മാനുവൽ, യൂസേഴ്സ് ഗൈഡ്, യൂസേഴ്സ് ട്രബിൾ ഷൂട്ടിംഗ്, എവറിഥിങ് യൂസറാണ്, ഓണറില്ല. എനിവേ ദാറ്റ് ഈസ് അനദർ പ്രോബ്ലം. വിൽ ഹാവ് എ ഡിസ്കഷൻ ഓൺ ദാറ്റ് വിത്ത് ആൻ എക്സ്പെർട്ട്. ഇതുമായി ബന്ധപ്പെട്ട സംശയം, ഇപ്പോൾ ആപ്പിള് ഈ ഫോൺ തുറക്കാൻ സമ്മതിക്കാതെ അത് ബ്ലോക്ക് ചെയ്തു. വാട്ട് നെക്സ്റ്റ്? വലിയ പ്രയാസമാണ്. ഇന്നലത്തെ ഹിന്ദുവിലോ മറ്റോ ഐ കുഡ് നോട്ട് റീഡ് ഇറ്റ്. അത് ED വേറൊരു ഏജൻസിയെ സമീപിച്ചിട്ടുണ്ട് ഇതിനെയും മറികടന്ന് തുറക്കാൻ. നമ്മുടെ രാജ്യത്ത് അവർ ആപ്പിൾ ഇവിടെ ഫോൺ ഉണ്ടാക്കുന്നുണ്ട്, ഇവിടെ വിൽപ്പനയുണ്ട്, വലിയ മാർക്കറ്റാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് നിയമങ്ങൾ അനുസരിക്കാൻ അവർ ബാധ്യസ്ഥരല്ലേ? അവർ പറയുന്നത് അവർ നിയമമൊക്കെ അനുസരിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. ടെററിസം റിലേറ്റഡ് കേസാണെങ്കിൽ ഞങ്ങൾ തുറന്നു തരും. പീഡോഫിലിക്, കൊച്ചുകുട്ടികളെ ഉപദ്രവിക്കുന്ന കേസാണെങ്കിൽ ഞങ്ങൾ തുറന്നു തരും. അവർക്ക് അവരുടെ ലിസ്റ്റ് ഓഫ് ഒഫൻസസ് ഉണ്ട് അമേരിക്കയിൽ, അതിനാണെങ്കിൽ ഞങ്ങൾ തുറന്നു തരും. ഇത് എക്കണോമിക് ഒഫൻസാണ്, ഇതിന് തുറന്നു തരാൻ പറ്റില്ല. അമേരിക്കൻ നിയമം അനുവദിക്കുന്നില്ല. അതേസമയം ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇവൻ്റെ ലവറുണ്ടോ അവനുമായിട്ട് കറസ്പോണ്ടൻസ് വേണമെന്ന് ഞാൻ എടുത്ത് കൊടുക്കും. അത് വേറെ കാര്യം. ഞാൻ പറയുന്നത് യു ആർ അറ്റ് ദ മെർസി ഓഫ് എ സായിപ്പ് ഹു ഈസ് സിറ്റിംഗ് സംവെയർ ഇൻ അമേരിക്ക. ഇനി ഐ എം ട്രൈങ് ടു ഗെറ്റ് ആൻ എക്സ്പെർട്ട് ബിക്കോസ് നമുക്ക് ABC മലയാളത്തിൻ്റെ പ്രേക്ഷകരെ എഡ്യൂക്കേറ്റ് ചെയ്യണം ഇതിൽ. ഹൗ ഡേഞ്ചറസ് ടു ഹാവ് എ മൊബൈൽ ഫോൺ. അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ആർ ഇൻ ഡേഞ്ചർ, യു ആർ ഓൾവേസ് മോണിറ്റേർഡ്. നമ്മുടെ സംസാരം പുറത്തു വരാത്തത് വി ആർ ടു സ്മോൾ പീപ്പിൾ. അതുകൊണ്ടാണ് എൻ്റെയും സുനിലിൻ്റെയൊക്കെ സംസാരം കേട്ടിട്ട് ആർക്കെന്ത് വേണം? ആർക്കും വേണം, ഒരു ഏജൻസിക്ക് നമ്മളെ വേണ്ട. ബട്ട് നമ്മൾ സപ്പോസ് നമ്മൾ പ്രൈം മിനിസ്റ്ററോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ചീഫ് മിനിസ്റ്ററോ ഒരു സ്റ്റേറ്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വേ ചെയ്യാനുള്ള കഴിവുള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ബി ബഗ്ഡ്. അല്ല ടി ജി, ഇപ്പോഴാണ് അവിടുത്തെ അതിന് പെഗസസും തേങ്ങയൊന്നും വേണ്ട. ഇന്നലെ US നിന്ന് മിസ്റ്റർ സദാനന്ദഗിരി എന്ന് പറഞ്ഞ ഈ ഫോറൻസിക്കിൻ്റെ ഒരു എക്സ്പെർട്ട് ഇന്നലെ വിളിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് തോന്നുന്നു അതേ ഞാൻ ടി ജിക്കും ഡീറ്റെയിൽസ് തരാം. ഒരു പക്ഷേ അദ്ദേഹത്തെ കൂടെ പങ്കെടുപ്പിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇഫ് യു ക്യാൻ കം ഫോർ എ ഡിസ്കഷൻ ബെറ്റർ. ഞാൻ ഓൾവേസ് നമ്മൾ ഇതിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പല സ്ഥലത്ത് ഞാനിത് പറഞ്ഞിട്ടുണ്ട്. പല സ്ഥലത്തും ബിക്കോസ് പീപ്പിൾ തിങ്ക് ദാറ്റ് ഐ എം എ ഫൂൾ. അതൊന്നും സാധ്യമല്ല. സുനിൽ ആലോചിച്ച് നോക്ക്, 2 മണിക്കൂർ നേരത്തേക്ക് വാട്സാപ്പ് സ്വിച്ച് ഓഫ് ചെയ്യുന്നു വയ്ക്കുക. വാട്സാപ്പിൻ്റെ സെർവർ വേർ ഈസ് ഇറ്റ്? സംവെയർ ഇൻ അമേരിക്ക. അവരങ്ങ് സ്വിച്ച് ഓഫ് ചെയ്യുന്നു, അബദ്ധവശാലെന്ന് പറയുന്നു. എന്തൊരു ഹാവക്കായിരിക്കും നമ്മളുടെ രാജ്യത്ത് 2 മണിക്കൂർ നേരത്തേക്ക്. കഴിഞ്ഞ മാസമാണല്ലോ 3/4 മണിക്കൂർ ഫേസ്ബുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരുന്നു. എന്തൊരു കരച്ചിലായിരുന്നു. ബിക്കോസ് ഐ ഡോണ്ട് ഡു എനി മേജർ ഓപ്പറേഷൻ ത്രൂ ഫേസ്ബുക്ക്. ഐ വാസ് എൻജോയിങ് ദാറ്റ് ക്രൈസിസ്. ബട്ട് യു നോ ഹൗ മെനി പീപ്പിൾ വെയർ ഫ്രസ്ട്രേറ്റഡ്. അല്ല, വാട്സപ്പ് ഒന്ന് ഡൗൺ ആയി. അതെ, ഒന്നാമത് മലയാളിയുടെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, എന്തെങ്കിലും ഫേസ്ബുക്കിൽ എഴുതിയിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് കയറി നോക്കി എത്ര ലൈക്കായി. 35 ലൈക്കേ ഉള്ളൂ, 350 ലൈക്ക് കിട്ടേണ്ട സമയമായി. കൂടെ അന്ന് കഞ്ഞി വയ്ക്കില്ല ആ സ്ത്രീ. ആ രീതിയിലുള്ള ഒരു അഡിക്ഷനാണ്.
ബട്ട് ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈവൻ ദെയർ പ്രൈവറ്റ് ഫോട്ടോസ് എവറിത്തിങ് ഹാസ് ഗോൺ. നമ്മൾ ക്ലിക്ക് ചെയ്യാത്ത ഫോട്ടോയും നമ്മുടെ ക്യാമറയെ കൊണ്ട് എടുപ്പിക്കാൻ അവർക്ക് സാധിക്കും. മൈ ടെലിഫോൺ ക്യാമറ ഈസ് എൻ്റെത് ഹ്വാവേ ആണെന്ന് തോന്നുന്നു, ഐ തിങ്ക് OnePlus Nord, അത് ആരുടെയാണെന്ന് എനിക്കറിയില്ല. ആ കമ്പനിക്ക് എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ ക്യാമറ ഓൺ ചെയ്തിട്ട് ഫോട്ടോ എടുക്കാം, ഞാനറിയില്ല. ഇത് അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് എനിക്ക് കേസുമായിട്ട് പോകാൻ പറ്റില്ല. കാരണം ഇത് എഗ്രി ചെയ്താണ് ഞാൻ ഈ ഫോൺ മേടിച്ചിരിക്കുന്നത്. സകല സ്ഥലത്തും അക്സെപ്റ്റ് അടിക്കണില്ലേ, അനുഭവിച്ചോ. എല്ലാം അക്സെപ്റ്റ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് നിസ്സാരമായിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. ഈ കണ്ടീഷൻസാണ് അവൻ പേജ് നിറച്ചിങ്ങനെ എന്താ കണ്ടീഷൻസ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇതിങ്ങനെ എഴുതിയിട്ടുണ്ടോ, ആര് വായിക്കുന്നത്? പഴയ ഫീച്ചർ ഫോൺ മേടിക്കാം, തമ്മിൽ ഭേദം. സേഫ് പഴയ ലാൻഡ് ഫോണാണ്. പഴയ നോക്കിയ ഉണ്ടല്ലോ ചെറുത്, അത് സേഫാണ്. കാരണം അതിൽ ഈ കളി കളിക്കാൻ പറ്റില്ല, ബട്ടൺ. എനിവേ അത് എനിക്ക് സോ ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി ആ മേജർ ഒരു സാധനമുള്ളത് ഈ അപ്രൂവറിൻ്റെ ഇത് മൊഴി എടുക്കാമോ, ഇതായിരുന്നു അതിനകത്ത് വന്നൊരു മേജർ ചോദ്യം. അപ്പോൾ സിംഗ്വി പറഞ്ഞു അപ്രൂവറിൻ്റെ മൊഴി എടുക്കാൻ പാടില്ല. ഒന്നാമത് അപ്രൂവർ ചതിയനാണ് എന്നാണ്. ബോണ്ട് വാങ്ങിയത് വേറെ കാര്യം, ചതിയനാണ് അപ്രൂവർ. ജയചന്ദ് എന്ന് വിളിക്കും. ബിട്രയൽ നടത്തിയ ആൾക്കാരാണ്. ബിട്രയൽ ചതിച്ചവനെ പിന്നെ വിശ്വസിക്കാമോ? അവൻ്റെ വാക്ക് വിശ്വസിക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ ഇത് ഇവരുടെ മൊഴി വിശ്വസിക്കാൻ പാടില്ല. പിന്നെ നമ്പർ 2 ആണ് ഈ ഇലക്ട്രൽ ബോണ്ട് കൊടുത്തു. ഇത് അതായത് പല രീതിയിൽ വശീകരിച്ചും മോഹിപ്പിച്ചും മൊഴി മാറ്റി അപ്രൂവറാക്കി എന്നുള്ളത്. ഈ രണ്ടും ഈ ജഡ്ജി പരിശോധിക്കുന്നുണ്ട്. ഒന്ന്, ചതിച്ച ഒരാളിനെ വിശ്വസിക്കാമോ? അവർ പറഞ്ഞു ചതിച്ച ആളിനെ വിശ്വസിക്കാമോ എന്നുള്ള ചോദ്യം ചോദിച്ചതിലൂടെ പ്രതിഭാഗം ഒരു കാര്യം സമ്മതിക്കുന്നുണ്ട്. അയാൾ നിങ്ങളുടെ കൂടെ ആയിരുന്നു, നിങ്ങൾ ഒരു മോശപ്പെട്ട കാര്യം ചെയ്യുകയായിരുന്നു, അതിൽ അയാൾ നിങ്ങളെ ചതിച്ചു. എന്നിട്ട് ജഡ്ജി പറയുകയാണ് ഇതിൽ കൂടുതൽ ഞാൻ ഈ വിഷയത്തിൽ ഒന്നും പറയുന്നില്ല. യു ആർ അഡ്മിറ്റിംഗ് ദ ഗിൽറ്റ്. ഞങ്ങളുടെ കൂടെ നിന്ന് കാല് ചവിട്ടിയ ആളാണ് മാഡം, അവനെ വിശ്വസിക്കല്ലേ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, നിങ്ങളെന്തോ കുഴപ്പം പിടിച്ച കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അതിൽ അവൻ ചതി കാണിച്ചു, മഹാഭാവി, അവനില്ലായിരുന്നു ഞങ്ങൾ രക്ഷപ്പെട്ടതിന്. ഇതൊക്കെ അർത്ഥമില്ലേ? അവർ പറഞ്ഞു ഇതിക്കുള്ള ഞാൻ പറയുന്നില്ല. നമ്പർ 2, അപ്രൂവർ. അവർ പറഞ്ഞു ഈ അപ്രൂവർ എന്ന് പറഞ്ഞാൽ ചുമ്മാ അയാൾ മൊഴി കൊടുത്തതല്ല, EDക്ക് മൊഴി കൊടുത്തതുമല്ല, മജിസ്ട്രേറ്റിന് മുമ്പിൽ 164 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തതാണ്. സോ ഇറ്റ് ഈസ് എ കൺഫെഷൻ, വെറും അപ്രൂവർ അല്ല, കൺഫെഷനാണ്. 3 പേരത് ചെയ്തിട്ടുണ്ട്, ഈ ശരത് റെഡ്ഡി അടക്കം. ശരത് റെഡ്ഡി ഇലക്ട്രൽ ബോണ്ട്, മറ്റേ ഏത് ബോണ്ട് വഴി, ഈ കവിതയുടെ ഓഡിറ്റർ, അയാൾ സ്വമേധ ആദ്യം തന്നെ അയാൾ അപ്രൂവറായി. ഫസ്റ്റ് ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ തന്നെ അയാൾ ഇതെല്ലാം കൂടെ കിളി പറയുന്ന പോലെ പറഞ്ഞു, സാർ ഇങ്ങനെയൊക്കെയാണ് ചെയ്തതെന്ന്. നൗ ഹി വാസ് മെയ്ഡ് അപ്രൂവർ. എന്ത് മോഹിച്ചിട്ട്? ആൻഡ് അയാളുടെ അതേ കാര്യങ്ങൾ അതേ സീക്വൻസിലാണ് ബാക്കി 2 പേരും ഇത് പറയുന്നത്. ഒരു മൻകുട്ട അയാളൊരു ഇതാണ്, പിന്നെ ഈ പറഞ്ഞ ശരത് റെഡ്ഡി, 3 പേര് അപ്രൂവറാണ്. മറ്റൊന്നുകൂടെ പറഞ്ഞില്ലേ, ഈ അപ്രൂവർ സിസ്റ്റം 100 വർഷത്തിലേറെയായി. അതുകൊണ്ട് അത് പറയുന്നുണ്ട്, 333 വർഷം പഴക്കമുണ്ട് ഈ അപ്രൂവർ സിസ്റ്റത്തിന്, അത് പറയുന്നുണ്ട്. പക്ഷേ ദാറ്റ് എ പാർട്ട് അവർ അതിൻ്റെ പഴക്കമല്ല, അവരെ എംഫസിസ് ചെയ്ത് ഇതാണ് ബിട്രയറെ വിശ്വസിക്കുന്നത് എന്ന് നിങ്ങൾ പറയുന്നതിലൂടെ കുറ്റം സമ്മതിക്കുന്നു എന്ന് അവർ പറഞ്ഞില്ല. ആകെ ഇതേ ഉള്ളൂ, യു ക്ലെയിം ദാറ്റ് ഹി വാസ് ഇൻ യുവർ കമ്പനി ആൻഡ് ലേറ്റർ ഓൺ ബിട്രേഡ് യു, ദെയർഫോർ കോർട്ട് ഷുഡ് നോട്ട് ബിലീവ് ഹിം, ദാറ്റ് മീൻസ് ഹി വാസ് വിത്ത് യു. അത് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടല്ലോ, അത് മതി, പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. എന്നിട്ട് ആ മനുഷ്യൻ 164 സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു. 164 സ്റ്റേറ്റ്മെൻ്റ് അല്ല, കൺഫെഷനാണ് കൊടുത്തിരിക്കുന്നത്. ഈ കൺഫെഷൻ കൊടുക്കുമ്പോൾ മജിസ്ട്രേറ്റ് അയാളോട് പറയും, നിങ്ങൾ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്കെതിരെ ഉപയോഗിക്കപ്പെടാം, അത് ഓർക്കണം, ശിക്ഷ വരെ കിട്ടാം, ആയിക്കോട്ടെ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്രലോഭനമോ പ്രഷറോ വല്ലതും ഉണ്ടോ? ഇല്ല. സമയം ഒന്ന് മാറ്റിയിട്ട് നാളെ പറയാം എന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ മതി എന്ന് പറയും. കാരണം ഇയാൾ എല്ലാ രീതിയിലും ഡിറ്റർമിൻ്റാണ്. പെട്ടെന്നുള്ള ആവേശം കൊണ്ടോ നിരാശ കൊണ്ടോ പല വിധത്തിലുള്ള പ്രഷർ
ആ ഭാര്യ പറഞ്ഞു നിങ്ങൾ സമ്മതിക്കുക എങ്ങനെയെങ്കിലും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പല രീതിയിലുള്ള ഇതൊക്കെ കൊണ്ടാണെങ്കിൽ കൂടുതൽ സമയം കൊടുക്കും. അങ്ങനെയാണ് ഈ കൺഫ്യൂഷൻ. അല്ലാതെ ഒറ്റയടിക്ക് അങ്ങോട്ട് വന്ന പാടെ എഴുതിയെടുക്കുകയൊന്നുമില്ല. പലപ്പോഴും അവർ പറയും, കാരണം വലിയ പുലിവാലാണ് 164 സ്റ്റേറ്റ്മെൻറ്റ്. നിങ്ങൾ കൺഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ അത് ഉപയോഗിക്കപ്പെടും. പിന്നെ മാറ്റാൻ പറ്റില്ല. മാറ്റാനൊക്കെ പറ്റും കേട്ടോ. അത് വലിയ പ്രൊസീജിയർ, വലിയ പ്രയാസമാണ്. കാരണം മാറ്റാമെന്നും ജഡ്ജ്മെൻ്റ് ഉണ്ട്, മാറ്റാൻ പാടില്ലെന്നും ജഡ്ജ്മെൻ്റ് ഉണ്ട്. ഓരോ 164 സ്റ്റേറ്റ്മെൻറ്റും കൺഫെഷൻ ആണെങ്കിൽ, വെറും സ്റ്റേറ്റ്മെൻറ്റ് കുഴപ്പമില്ല. നമ്മുടെ ഈ വിഖ്യാതമായ മല്ലയിലി രാഘവൻ പിള്ളയുടെ 164 സ്റ്റേറ്റ്മെൻറ്റ് എന്നൊക്കെ പറയില്ല, അതിനൊന്നും ഈ പ്രശ്നമില്ല. അത് സ്റ്റേറ്റ്മെൻറ്റാണ്, കൺഫെഷനല്ല. ബട്ട് 164 എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് എഴുതിയിരിക്കുന്നു. ബട്ട് അതിൻ്റെ പ്രൊസീജിയറിലാണ് ഈ കൺഫെഷൻ വരുന്നത്. അപ്പോൾ കൺഫെഷൻ മാറ്റാൻ വലിയ പ്രയാസമാണ്. സ്റ്റേറ്റ്മെൻറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഈ അപ്രൂവർ എന്ന് പറയുന്ന ആർഗ്യുമെൻറ്റും പൊളിഞ്ഞു വീഴും. ബാക്കി സാങ്കേതിക ആർഗ്യുമെൻറ്റ്സാണ് കുറേയധികം സിംഗ്വി ഉന്നയിച്ചത്. ഇതെല്ലാം കോംപ്രഹെൻസീവായിട്ട് പരിശോധിച്ച് 160 പേജിൻ്റെ വിധിയാണിത്. ഇപ്പോൾ ഇതിന്ന് സുപ്രീം കോടതിയിൽ കൊണ്ടുവന്ന് അപ്പീലുമായിട്ട് പോയപ്പോൾ ഇമ്മീഡിയറ്റ് ലിസ്റ്റ് ചെയ്യണം. ചന്ദ്രചൂഡ് പറഞ്ഞു യെസ് നോക്കട്ടെ. കാരണം ഇപ്പോൾ എന്തോ 4-5 ദിവസം അവധിയോ അങ്ങനെ എന്തോ ആണ് സുപ്രീം കോടതിക്ക്. ചുരുക്കി പറഞ്ഞാൽ ഈ കേസ് വീണ്ടും നീണ്ടുപോകാനാണ് സാധ്യത. പ്രൈമ ഫേസി ഇതിൽ കയറിയിട്ട് ഒരു സ്റ്റേ ഓർഡർ കൊടുക്കാൻ വലിയ പ്രയാസമാണ്. അത്രയധികം മെറിറ്റ് ഡീറ്റെയിൽ ആയിട്ടാണ് ഈ ജഡ്ജ്മെൻ്റ് എഴുതിയിരിക്കുന്നത്. എൻ്റെ സംശയം, ഇപ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ഇപ്പോൾ ജയിലിലായിട്ട് 2 ആഴ്ച കഴിയുന്നത്, ഇനി 15-ാം തീയതി വരെ ജയിലിലാണ്, ജാമ്യം കിട്ടുമോ എന്നറിയില്ല. അപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബ്രേക്ക് ഡൗൺ അവിടെ ഇല്ലേ? ഉണ്ട്. എന്നിട്ട് എന്താ ഒരു നടപടി ഉണ്ടാവുന്നില്ലല്ലോ? ലഫ്റ്റനൻറ്റ് ഗവർണറാണ് ഡൽഹിയുടെ ഇൻചാർജ്. ഡൽഹി മിനിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിണറായി വിജയൻ മിനിസ്ട്രി പറയാനല്ല. ഇറ്റ് ഈസ് അണ്ടർ ലഫ്റ്റനൻറ്റ് ഗവർണർക്ക് ഒരുപാട് അധികാരങ്ങളുണ്ട്. സോ കാര്യങ്ങൾ നടന്നു പോകും. ആൻഡ് ഫോർ യുവർ ഇൻഫർമേഷൻ, ഇന്നൊരു MLA ഡൽഹി ഹൈക്കോടതിയിൽ മൂവ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് മുഖ്യമന്ത്രി ഇല്ല എന്ന് പറഞ്ഞു. ആപ്പിൻ്റെ MLA ഞങ്ങൾക്ക് മുഖ്യമന്ത്രി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ സഞ്ജയ് സിംഗ് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയില്ലേ ആപ്പിൻ്റെ. സഞ്ജയ് സിംഗ് മുഖ്യമന്ത്രിയാവാൻ ശ്രമിക്കുന്നു. പാർലമെൻ്ററി പാർട്ടി വിളിച്ചു കൂട്ടുന്നു. സുനിതയെ കാണുന്നില്ല കുറച്ച് ദിവസമായിട്ട്. സുനിത അഗർവാളിനെ കാണുന്നില്ല. മറ്റേ അതിഷി മർലേന ചിലപ്പോൾ ബഹളം വയ്ക്കും. ആൻഡ് യു സി ആപ്പിന് 62 സീറ്റോ മറ്റോ ഉണ്ട്. 70-ൽ 62 മറ്റോ ഉണ്ട്. ഭരിക്കാൻ എത്രയാണ് വേണ്ടത്? 36-38 മതി. ഈ 38 MLA കൊണ്ട് ഈ സഞ്ജയ് സിംഗ് വേറൊരു പാർട്ടി ഉണ്ടാക്കിയിട്ട് ഡൽഹി ഭരിച്ചാൽ എന്ത് ചെയ്യും? നന്നായിരിക്കും. ഒരു 5 BJP MLA അവർ പുറത്തുനിന്ന് പിന്തുണ കൊടുക്കും. എങ്ങനെ ഇരിക്കും? അപ്പോൾ ഒരു വാഷിംഗ് മെഷീൻ തിയറി വരും. അപ്പോൾ വെയിറ്റ് ചെയ്യുന്നു. ഈ വാഷിംഗ് മെഷീൻ തിയറി ഐ വിൽ ഡീകൺസ്ട്രക്ട് ദാറ്റ് വാഷിംഗ് മെഷീൻ തിയറി ഇൻ സം അതർ ടോക്ക്. ദിസ് നോൺ സെൻസ് ഐ ഹാവ് ബീൻ ലിസണിങ്. BJP ചേർന്നാൽ ഉടനെ അയാൾ പുണ്യാളനാകും. അങ്ങനെയൊന്നും ആവുന്നില്ല. ഐ വിൽ പ്രൂവ് യു. വെറുതെ ഈ ആളുകളുടെ കയ്യിൽ കടലാസ് ഇല്ലാഞ്ഞിട്ടാണ് ചുമ്മാ ആകാശത്തിൽ ഇങ്ങനെ വാചകടിക്കുന്നത്. നമുക്ക് അടുത്ത ദിവസം വാഷിംഗ് മെഷീനെ കുറിച്ച് സംസാരിക്കാം. ഓ യെസ്, വൈ നോട്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.